ഇനിയൊരു വല്ലാത്ത കഥയാണ്. എക്സോസ്റ്റ് ദ്വാരത്തിൽ കുടുങ്ങിയ ഒരു കള്ളന്റെ കഥ. തല അകത്ത്, ശരീരം വീടിന് പുറത്ത്. രാജസ്ഥാൻ അവിടെ കോട്ടയിലെ പ്രതാപ് നഗർ എന്ന സ്ഥലത്താണ് ഈ സംഭവം. സുഭാഷ് കുമാർ റാവത്ത് എന്ന ആളുടെ വീട്ടിലാണ് ഈ സീൻ മുഴുവൻ. ഈ കള്ളൻ മോഷ്ടിക്കാൻ കയറിയതാണ്. ആ സമയം സുഭാഷ് റാവത്തും ഭാര്യയും അവിടെ ഇല്ലായിരുന്നു. അവരൊരു ക്ഷേത്ര ദർശനത്തിന് പോയതാണ്. എക്സോസ്റ്റ് ഫാൻ ഘടിപ്പിക്കുന്നതിനുള്ള ദ്വാരത്തിലൂടെ വീടിനകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ കള്ളൻ. പക്ഷേ കുടുങ്ങിപ്പോയി. തലയുടെ ഭാഗം വീടിന് അകത്ത്, അരയ്ക്ക് കീഴ്പോട്ട് വീടിന് പുറത്താണ്. അത്തരത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സുഭാഷ് റാവത്തും ഭാര്യയും തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ കള്ളൻ ഈ ചൂണ്ടയിൽ കുടുങ്ങിയ മീനിനെ പോലെ എക്സോസ്റ്റ് ഫാനിന്റെ ആ ഹോളിൽ, ആ ദ്വാരത്തിൽ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കോർത്ത് കിടക്കുന്നത് കണ്ടത്. വീട്ടുകാർ ആ കാര്യം പറയും. मेरे पास मोहल्ले वालों को कॉल आया कि बगल के मकान में पास पड़ोसी में कोई चोर घुस गए, तो मैं वहाँ पे गया. मैंने मौके पे जाके देखा तो इनके मकान पे तो नहीं कहता मैं, ये मकान दिखाओ आप. इस वाले मकान की छत पे हम मोहल्ले वाले सब गए. तो हमने यहाँ जाके देखा तो हमें कोई दिखाई नहीं दिया शुरू में, तो थोड़ा अंधेरा हो रहा था. उसके बाद इस छत पे जाके, ये जो बगल की छत है, इस छत पे खड़े थे हम 5, 7, 8 जने. तो वहाँ से छत पे से इनका जो आंटी जी का मकान की छत पे से हमने देखा, यहाँ छत पे दोनों टंकियों की, पानी की दोनों टंकियों के बीच में एक चोर छिपा हुआ था. തലയുടെ ഭാഗം അകത്തും കാല് പുറത്തുമായി തൂങ്ങിക്കിടക്കുന്ന ആളെ കണ്ടതോടെ ഈ റാവത്തിന്റെ ഭാര്യ ആദ്യം അലറി വിളിച്ചു. ആദ്യത്തെ ആ ഒരു ഭയമൊക്കെ മാറിയപ്പോൾ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇവർ മോഷ്ടാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ തന്നെ പറയുകയാണ്, ഞാൻ കള്ളനാണ്, എൻ്റെ കൂട്ടാളികൾ തൊട്ടപ്പുറത്തുണ്ട്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു. തന്നെ വിട്ടയക്കണം, ഇല്ലെങ്കിൽ ദോഷമുണ്ടാകും എന്നുള്ളതായിരുന്നു കള്ളന്റെ ഭീഷണി. ദമ്പതിമാരെ ഭീഷണിപ്പെടുത്തി ആ തൂങ്ങിക്കിടന്നുകൊണ്ട് ആ കള്ളൻ. വീട്ടുടമസ്ഥൻ നോക്കിയപ്പോൾ എന്താണെങ്കിലും ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് എത്തുന്നു. അതിനു മുമ്പ് ആ കള്ളനോടുള്ള സംസാരം കേൾക്കാം. पवन पूरा क्या है? पवन बैरागी। एड्रेस क्या है तेरे घर का? दिगोद है क्या? तो यहाँ पे चोरी किसके साथ में आया था करने? एक आया था बोरखेड़ा का बंदा है। बोरखेड़ा का बंदा है क्या? मैं बता दूंगा सर। क्या नाम है पहले बता। उसका लालवीर है? लालवीर। क्या नाम है? मैं सब घर पे मैं पूछ रहा हूँ नाम क्या था उसका जो तेरे साथ आया था? लालवीर है? लालवीर लालवीर। हाँ। पूरा नाम क्या है? लालवीर राजपूत है वो। लालवीर राजपूत है ना? हाँ। और इसके पहले कहाँ चोरी करी थी आपने? അങ്ങനെ പോലീസ് എത്തി. ഏറെ നേരം പണിപ്പെട്ടു. ആ പരിശ്രമത്തിനൊടുവിലാണ് കള്ളനെ ഈ ദ്വാരത്തിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നത്. പേര് പറഞ്ഞതുപോലെ പവൻ എന്നാണ്. ദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വലിക്കുമ്പോൾ വേദന കൊണ്ട് കള്ളൻ കരയുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കേട്ടോ. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. प्रताप नगर फर्स्ट में चोर को निकालते हुए पुलिस वाले बोरखेड़ा पुलिस थाने के द्वारा गाड़ी से आ रहे हैं चोर। ये कार से चोर आ रहे हैं. पकड़ के रखना इसको, पकड़ो पकड़ो इसको. कोई नहीं पकड़ो इसको. कार से आए हैं चोर भी. जो चोर है उसकी शक्ल देखो. अच्छा गोविंद भैया शक्ल देखो इसकी, वो इटारी का वो ना ये तो कतर बढ़िया बनाओ इसको, बढ़िया बनाओ 1 घंटे सर, वीडियो फोटो बनाएंगे. अरे तो फोटो बनाएंगे. കള്ളനെ രക്ഷിച്ച പോലീസ് അല്ലേ? കള്ളനെ അക്ഷരാർത്ഥത്തിൽ ഒരു കുടുക്കിൽ നിന്ന് രക്ഷിച്ച പോലീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണല്ലോ. അങ്ങനെ മോഷ്ടാക്കൾ എത്തിയത് ഒരു കാറിലാണ്. ആ കാറും പോലീസ് പിടിച്ചെടുത്തു. പോലീസിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച ഒരു കാറായിരുന്നു അത്. ഇയാൾ കുടുങ്ങിയതിന് പിന്നാലെ ഇയാളുടെ കൂട്ടാളികളും ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ പക്ഷേ ഓടി രക്ഷപ്പെട്ടു. പുറത്തെടുത്ത കള്ളനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും
ഇനി മേലാൽ ആ കള്ളൻ എക്സോസ്റ്റ് ഫാനിന്റെ ദ്വാരത്തിലൂടെ മോഷ്ടിക്കാൻ കടക്കില്ലെന്ന് ഉറപ്പ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.